ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 75. സോപാനപ്പടിയിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒന്ന് രണ്ട് കാറുകൾ തൻ്റെ വീടിൻ്റെ ഗേറ്റും കടന്ന് മുറ്റത്തേക്ക് ചീറി പാഞ്ഞു വന്ന് നിൽക്കുന്നത് ദേവൻ കണ്ടത്. ഒറ്റ നോട്ടത്തിൽ തന്നെ അവന് മനസ്സിലായിരുന്നു വണ്ടിയിൽ വന്നത് ആരൊക്കെയായിരുന്നുവെന്ന്. അതിൽ നിന്ന് ഇറങ്ങി വരുന്ന വൈശാഖിയുടെ അച്ഛനെയും അമ്മയെയും ദീപക്കിനെയും കണ്ടിട്ടും അവൻ തെല്ലും കൂസലില്ലാതെ ചായ കുടിച്ചതുകൊണ്ട് അങ്ങനെ തന്നെയിരുന്നു. എവിടെയവൾ? ധാർഷ്ട്യത്തോടെ മംഗലത്ത് വീടിൻ്റെ ഉമ്മറത്തേക്ക് ആദ്യം കയറി വന്നത് വൈശാഖിയുടെ അമ്മയായ നന്ദിതയായിരുന്നു. വില കൂടിയ ചുരിദാറ് അവരുടെ പ്രൗഢിയെ വിളിച്ചോതി. മനസ്സിലായില്ല. നന്ദിതയെ ഒരു നോട്ടം കൊണ്ട് പോലും പരിഗണിക്കാതെ അവൻ ചായക്കുടി തുടർന്നു. ഞങ്ങളുടെ മകൾ എവിടെയാണെന്നാണ് നിന്നോട് ചോദിച്ചത്. നന്ദിതയുടെ പിന്നാലെ പടികൾ കയറി വന്ന രാജശേഖരൻ്റെ ശബ്ദത്തിൽ മഹാദേവനോടുള്ള ദേഷ്യം കലർന്നിരുന്നു. നൂറുകണക്കിന് കോടിക്ക് ഒരേ ഒരു അവകാശിയായ തൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയ ദരിദ്രനായ ഒരുവൻ. അതായിരുന്നു രാജശേഖരൻ്റെ കണ്ണുകളിൽ മഹാദേവനുള്ള സ്ഥാനം. നിങ്ങളുടെ മോളെവിടാന്ന് എന്നോടാണോ ചോദിക്കേണ്ടേ? ഷടാ, ഇത് കൊള്ളാലോ. തെല്ലും ഭയമോ പേടിയോ ഒന്നും ദേവനിൽ ഇല്ലായിരുന്നപ്പോൾ. ചായ കുടിച്ചു കഴിഞ്ഞ് കാലി ഗ്ലാസ് സോപാനപ്പടിയിലേക്ക് വെച്ചുകൊണ്ട് മഹാദേവൻ മെല്ലെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് അവർക്ക് മുൻപിൽ വെച്ച് തന്നെ ഉടുത്തിരുന്ന കാവിമുണ്ട് ഭംഗിയായിട്ട് മടക്കി കുത്തി. ദേ, ഒരുമാതിരി പിറപ്പുകേട് കാണിക്കരുത് കേട്ടോ. എനിക്കറിയാം അവളിവിടെ ഉണ്ടെന്ന്. ഇങ്ങോട്ട് ഇറക്കി വിടടാ അവളെ. അവൻ്റെ കൂസലില്ലായ്മ രാജശേഖറിൽ ദേഷ്യം ഉണ്ടാക്കി. അയാൾ അവൻ്റെ ടീഷർട്ടിൻ്റെ കോളറിൽ പൊടുന്നനെ ഊക്കോടെ പിടുത്തമിട്ടു. നിങ്ങളുടെ മോളെ കാണാതെ പോയിട്ടുണ്ടെങ്കിലേ പോലീസിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുക വേണ്ടേ ഡോക്ടറെ, അല്ലാതെ എൻ്റെ വീട്ടിൽ കയറി വന്ന് ഷോ കാണിക്കുകയല്ല വേണ്ടേ. കോളറിൽ പിടുത്തമിട്ട അയാളുടെ കൈകളെ മഹാദേവൻ നൊടിയിടയിൽ കുടഞ്ഞെറിഞ്ഞു. അപ്പോഴും അവൻ്റെ മുഖം വളരെ ശാന്തമായിരുന്നു. എടോ ഊളവാദ്യാരെ, തനിക്ക് ഇവരെ ശരിക്കും അറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ നെഞ്ചു വിരിച്ച് ഇവരുടെ മുമ്പിൽ നിൽക്കാൻ നീ ധൈര്യപ്പെടില്ലായിരുന്നു. അതുകൊണ്ട് മര്യാദയ്ക്ക് അവളെ ഇങ്ങോട്ട് ഇറക്കി വിട്ടാൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിക്കും. അപ്പോഴേക്കും വാക്കിംഗ് സ്റ്റിക്കും കുത്തിപ്പിടിച്ചുകൊണ്ട് ദീപക്കും അങ്ങോട്ടേക്ക് കയറി വന്നിരുന്നു. മഹാദേവനെ അവൻ അവജ്ഞയോടെയാണ് നോക്കിയത്. സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ ആരാ? എനിക്കങ്ങോട്ട് ശരിക്കും മനസ്സിലാവുന്നില്ല. നിങ്ങളീ പറയുന്ന നിങ്ങളുടെ മോളെ എനിക്കറിയത്തുമില്ല. അതുകൊണ്ട് ഡോക്ടർമാർ വന്ന വഴിയെ തന്നെ തിരിച്ചു പോകാൻ നോക്ക്. കൈപ്പത്തി രണ്ടും കൂട്ടിത്തിരുമ്മി ചൂട് പിടിപ്പിച്ചുകൊണ്ട് മഹാദേവൻ അലസമായി മുറ്റത്തേക്ക് കണ്ണുകൾ പായിച്ചു. എടോ മഹാദേവ, നാണം കെട്ടവനെ, വാടകയ്ക്ക് താമസിക്കാൻ വന്ന കോടീശ്വരിയായി ഒരു പെങ്കൊച്ചിനെ കാശിന് വേണ്ടി കണ്ണും കായും കാട്ടി മയക്കിയെടുത്തിട്ട് ഡയലോഗ് അടിക്കാൻ വരുന്നോടാ. താനൊക്കെ എന്താടോ കരുതിയേ? അവളെ ഇവിടെ പൂട്ടി വെച്ചാൽ ഞങ്ങൾ തിരിച്ച് കൂട്ടിക്കൊണ്ട് പോയില്ലാന്നോ? നന്ദിത അവൻ്റെ മുഖത്തിന് നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അലറി. മഹാദേവൻ അതിനും മറുപടി കൊടുത്തില്ല. പകരം ആ സ്ത്രീയെ നോക്കി നന്നായിട്ട് ഒന്ന് ചിരിച്ചു കാട്ടി. ഇവൻ്റെ ബുദ്ധി കൊള്ളാം ആൻറ്റി. അവളെ പ്രേമിച്ചു കെട്ടിയാൽ നമ്മുടെ കോടിക്കണക്കിന് ആസ്തിയുള്ള ഒരേ ഒരു അവകാശി ഇവനാകുമെന്ന് ഇവന് നല്ലതുപോലെ അറിയാം. കാശ് വെറുതെ കിട്ടി ആർക്കെങ്കിലും പുളിക്കുമോ? അല്ലെങ്കിൽ തന്നെ എണ്ണിച്ചുട്ട അപ്പം പോലെ കിട്ടുന്ന ഈ ദാരിദ്ര്യം പിടിച്ചവൻ്റെ ശമ്പളം കൊണ്ട് എന്ത് നേടാനാ? ദേവനെയും അവൻ്റെ വീടും ചുറ്റുപാടുകളെയുമൊക്കെ പുച്ഛത്തോടെയും വെറുപ്പോടെയും നോക്കിയിട്ടായിരുന്നു ദീപക്ക് ഡയലോഗ് അടിച്ചത്. മഹാദേവനോടുള്ള വൈശാഖിയുടെ ഇഷ്ടം ദീപക്കിന് ഒട്ടും ദഹിക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാം പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പോകാം. ഇതിനു മുമ്പ് പറഞ്ഞത് തന്നെ ഞാൻ വീണ്ടും പറയുന്നു. നിങ്ങൾ തിരക്കി വന്ന നിങ്ങളുടെ മകള് ഇവിടെ ഇല്ല. മഹാദേവൻ വീണ്ടും വീണ്ടും അത് തന്നെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ആൻറ്റി, ഇവൻ ചുമ്മാ കള്ളം പറയുക. ഇവൻ്റെ വീട്ടിൽ കയറി തപ്പണം. വാക്കിംഗ് സ്റ്റിക്ക് നിലത്ത് കുത്തി ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി ദീപക്. ആരാ മഹാദേവ? എന്താ ഇവിടെ ഒരു ഒച്ചയും ബഹളവും? സിറ്റൗട്ടിൽ നിന്നുള്ള ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടതുകൊണ്ടാവാം പത്മാവതി അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്നത്. നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ? വരണം വരണം. എൻ്റെ അമ്മയുടെ കൂട്ടുകാരി ആയതുകൊണ്ട് പറയല്ലേ കേട്ടോ. കാഞ്ഞ ബുദ്ധിയാണ് നിങ്ങൾക്ക്. അല്ലെങ്കിൽ
എൻ്റെ മോളെ ഇവിടെ ഒളിപ്പിച്ചു വെക്കാനുള്ള ധൈര്യം ഇവർക്കൊന്നും ഉണ്ടാവില്ലല്ലോ. പത്മാവതിയെ കണ്ടതും നന്ദിത പരിസരം പോലും മറന്ന് അലറി. എടി കൊച്ചേ, എന്തേലും പറയാനുണ്ടെങ്കിലേ നേരെ ചൊവ്വേ മര്യാദയ്ക്ക് പറയേ. ഇങ്ങനെ കിടന്ന് ഒച്ച എടുക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ഈ നാട്ടിലെ ഇച്ചിരി നിലയും വിലയൊക്കെ ഉള്ളതാ. ഇവിടെ കിടന്ന് കാറ് ഞങ്ങളുടെ വില നീയായിട്ട് കളയരുത്. കേട്ടോടാ ദേവാ, എനിക്കിന്ന് ആ ഒരു കാര്യം മനസ്സിലാവായത്. കുറേ കോടികൾ കയ്യിലുണ്ടായിട്ടൊന്നും ഒരു കാര്യവും ഇല്ല അല്ലേടാ. 10 പൈസയുടെ വിവരവും മര്യാദയും ഇല്ല ഇവറ്റകൾക്ക്. ആശുപത്രി വരുന്ന രോഗികളോട് ഇങ്ങനെ തന്നെയാണോ ആവോ. ആദ്യം നന്ദിതയോടായിട്ടും പിന്നീട് മഹാദേവനോടായിട്ടും പത്മാവതി അതീവ നിഷ്കളങ്കതയോടെ പറഞ്ഞു. മാറെനിക്ക് തള്ളേ, നിങ്ങളുടെ വർത്തമാനം കേൾക്കാൻ വേണ്ടിയല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. നന്ദിത വാതിൽക്കൽ നിന്ന് പത്മാവതിയെ തള്ളി മാറ്റാൻ വേണ്ടി ചെന്നത് മാത്രമേ അവിടെ കൂടി നിന്നവർ കണ്ടുള്ളൂ. പിന്നീട് അവർ കാണുന്നത് വയറും പൊത്തിപ്പിടിച്ചുകൊണ്ട് താഴെ തറയിൽ കുത്തിയിരിക്കുന്ന വൈശാഖിയുടെ അമ്മയെ ആയിരുന്നു. ഡോക്ടർ മാഡം, നിങ്ങൾക്ക് എൻ്റെ ബോണ്ടായ ശരിക്കും അറിയാൻ മേലാഞ്ഞിട്ടാ. ആളെ അന്നത്തെ കളരിയ കയറി ചെന്ന് കൊടുത്തതല്ലേ. വയറും തിരുമ്മി അവശതയോടെ തറയിലിരിക്കുന്നവരെ രാജശേഖർ പൊക്കിയെടുക്കുന്നത് കണ്ടതും മഹാദേവൻ പരിസരം മറന്ന് ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു പോയിരുന്നു. അതേസമയം വീടിൻ്റെ പിന്നിലുള്ള തൊടിയിലേക്ക് പച്ചക്കറികൾ പറിക്കുവാൻ വേണ്ടി ഇറങ്ങിയ ഭാസ്കരനും ലക്ഷ്മിയും മുൻവശത്തുള്ള മുറ്റത്തൂടെ വന്നപ്പോൾ കണ്ടത് ഉമ്മറത്ത് നിൽക്കുന്ന വൈശാഖിയുടെ മാതാപിതാക്കളെയും ദീപകിനെയും ആയിരുന്നു. ഹാ, നിങ്ങളായിരുന്നോ? നിങ്ങളെ ഞാൻ കാത്തിരിക്കുമായിരുന്നു. എന്തേ ഇത്ര വൈകി? എല്ലാവരെയും നോക്കി ചിരിച്ച് തലയിൽ വട്ടത്തിൽ കെട്ടിയ വെള്ള തോർത്തഴിച്ച് വായുവിലൊന്ന് കുടഞ്ഞുകൊണ്ട് ബാലു മുറ്റത്തു നിന്നുള്ള സ്റ്റെപ്പുകൾ കയറി. കയ്യിലിരുന്ന പച്ചക്കറിക്കുട്ട മുറ്റത്തിൻ്റെ ഒരോരത്തായി വെച്ചിട്ട് അയാൾക്ക് പിന്നിലായി ലക്ഷ്മിയും കാലുകൾ നീക്കി. എനിക്കെൻ്റെ മകളെ വേണം. മര്യാദയ്ക്ക് അവളെ ഇങ്ങോട്ട് ഇറക്കി വിട്. ഒരു കൈലിയും ബനിയനും ഇട്ട് തനിക്ക് മുൻപിൽ നിൽക്കുന്നവനെ രാജശേഖർ ഒട്ടൊരു പുച്ഛത്തോടെ നോക്കിക്കൊണ്ടാണ് അത് പറഞ്ഞത്. ഹാ, ഇത്രയുള്ള കാര്യം. ഇതിനാണോ ഇങ്ങനെ കിടന്ന് ഒച്ചയുണ്ടാക്കുന്നത്? എന്താ മഹാദേവ, നീ എന്താ വൈശുവിനെ ഇങ്ങോട്ട് വിളിക്കാഞ്ഞേ? അവളുടെ അച്ഛനും അമ്മയല്ലേ വന്ന് നിൽക്കുന്നേ. വന്ന കാലം നിൽക്കാതെ നിങ്ങൾ ഇരിക്കുക കേട്ടോ, ഞാൻ അവളെ വിളിക്കാം. മഹാദേവനെ ശാസിച്ചുകൊണ്ട് ബാലു അവരെ അകത്തേക്ക് ക്ഷണിച്ചു. അച്ഛനും മോനും കൂടെ ഞങ്ങളെ എന്താ പൊട്ടന്മാരാക്കുക? ഞങ്ങൾ നിങ്ങളെ സത്കാരം സ്വീകരിക്കാൻ വേണ്ടി വന്നവരല്ല. നിങ്ങൾ തട്ടിക്കൊണ്ട് വന്ന എൻ്റെ മോളെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. രാജശേഖർ ഒച്ചയെടുത്തുകൊണ്ട് അകത്തേക്ക് കയറാൻ തുടങ്ങിയതും ഹാളിൽ നിന്നും വൈശാഖി പുറത്തേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു. വൈശാഖി ഉമ്മറത്തേക്ക് ഇറങ്ങി വന്ന് ലക്ഷ്മിയുടെ അരികിലായി ചെന്ന് മുഖം കുനിച്ചു നിൽക്കുന്ന വൈശാഖിയെ രാജശേഖറും നന്ദിതയും ദീപക്കും ഒരു ഞെട്ടലോടുകൂടിയാണ് നോക്കിയെന്നത്. സെറ്റ് സാരി ഉടുത്തുകൊണ്ട് വന്ന് നിൽക്കുന്ന പെണ്ണിൻ്റെ നെറുകയിൽ സിന്ദൂര ചുവപ്പ്, കഴുത്തിൽ ഒരു താലിമാലയും. സ്വന്തം മകളുടെ പടുതി കണ്ടതും രാജശേഖറിൻ്റെയും നന്ദിതയുടെയും ശ്വാസം വിലങ്ങിപ്പോയിരുന്നു. എടി, നീ ചതിക്കുമായിരുന്നു അല്ലേടി ഞങ്ങളെ? ഈ ദാരിദ്ര്യം പിടിച്ചവൻ്റെ വീട്ടിൽ തന്നെ കഴിയണോടി നിനക്ക്? അവിടെ ഒരു താലിയും സിന്ദൂരം കളഞ്ഞിട്ട് വാടി ഇങ്ങോട്ട്. രാജശേഖർ അവളുടെ താലിമാലയ്ക്ക് നേരെ ദേഷ്യത്തോടെ വലം കൈ ഉയർത്താൻ വേണ്ടി തുനിഞ്ഞതും മഹാദേവൻ അയാളുടെ കയ്യിൽ കയറി പിടുത്തമിട്ടിരുന്നു. ഡോക്ടറെ, ഡോക്ടറിനോട് ഞാൻ വന്നപ്പോൾ തൊട്ട് പറയുന്നതാ നിങ്ങളുടെ മോൾ ഇവിടെ ഇല്ലെന്ന്. ഇതേ എൻ്റെ ഭാര്യയാ, ഞാൻ താലി കെട്ടി കൂടെ കൂട്ടിയ എൻ്റെ പെണ്ണ് വൈശാഖി മഹാദേവൻ. രാജശേഖരൻ്റെ വലത്തെ കൈ അല്പം ശക്തിയിൽ തന്നെ പിടിച്ച് താഴേക്കിട്ടുകൊണ്ട് മഹാദേവൻ ചിരിച്ചുകൊണ്ട് തലകുടഞ്ഞു. ബാലുവിനും ബോണ്ടയ്ക്കും അത് കണ്ട് ചിരി വന്നുവെങ്കിലും അവരത് മനഃപൂർവ്വം മനസ്സിൽ അടക്കി പിടിച്ചു നിന്നു. സ്റ്റെതസ്കോപ്പ് പിടിച്ച് പഞ്ഞി കേട്ടുപോലെ ഇരിക്കുന്ന ഈ കൈകൾ തൂമ്പ പിടിച്ചെൻ്റെ കൈകൊണ്ട് വെറുതെ എന്തിനാ ഓടിക്കുന്നത് ഡോക്ടറെ? മഹാദേവൻ അയാളെ നോക്കി ഒരീണത്തിലങ്ങ് വിളിച്ചു, അതും പതിവില്ലാത്ത രീതിയിലുള്ള നിറഞ്ഞ ചിരിയോടെ. ഇങ്ങനെ ചിരിച്ചോണ്ട് സംസാരിച്ച് ഒരാളെ ഒരുവന് പെടുത്താൻ പറ്റുമോ? ആ നേരം പെണ്ണിൻ്റെ മനസ്സിൽ വന്ന സംശയം അതായിരുന്നു.
റിവ്യൂ ഇട്ടിട്ട് പോണേ പിള്ളേരെ, എങ്കിലേ അടുത്ത പാട്ട് എഴുതാനുള്ള ഒരു ഇതെനിക്ക് വരൂ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബൈ ബൈ.